ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്സ് ആയിരുന്നു അല്ലേ. ഇപ്പം മാത്സിൽ നമ്മൾ 2 യൂണിറ്റുകൾ നമ്മൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. നമ്മളുടെ ഡിറ്റർമിനൻറ്റുകൾ നമ്മൾ ഫിനിഷ് ചെയ്തതാണ് അല്ലേ. മെട്രിക്സുകൾ നമ്മൾ ഇന്നലെ ഫിനിഷ് ചെയ്തുകൊണ്ടാണ്. മെട്രിക്സ് നിങ്ങളുടെ സിലബസിൽ ഐഡൻറ്റിഫിക്കേഷനും മെട്രിക്സ് ഓപ്പറേഷനും അഡ്വാൻസ് ജോയിൻ ഇൻവേഴ്സേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡീഷണൽ ആയിട്ട് ആ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് ജസ്റ്റ് വായിച്ച് വെച്ചോ, എന്തെങ്കിലും ഒരു ഉപകാരത്തിനെത്തും. ഓക്കെ, അപ്പോൾ ഈ 2 മൊഡ്യൂളുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബൈനോമിയൽ സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷൻസ് യൂസിങ് ബൈനോമിയൽ തിയറം ആണ് പറഞ്ഞത്. എക്സ്പാൻഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും ബൈനോമിയൽ സീരീസിലേക്ക് പോവാം. അപ്പോൾ ബൈനോമിയൽ തിയറം അതാണ് ചാപ്റ്റർ നെയിം. ഓക്കെ, ബൈനോമിയൽ തിയറം. അപ്പോൾ ബൈനോമിയൽ തിയറത്തിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാം. അപ്പം ബൈനോമിയൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമിലുള്ള സാധനങ്ങൾ എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ, അതുപോലെ എക്സ് പ്ലസ് എ ദ ഹോൾ ക്യൂബ്, അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് ചെയ്താണെങ്കിൽ എക്സ് പ്ലസ് എ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്ന സാധനമാണ് എക്സ്പാൻഷൻ. ഓക്കെ, അതിൽ തന്നെ നമ്മൾ NCR എന്നൊക്കെ പറഞ്ഞു വരുന്ന ടേം വരും. അത് അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പറയാം. അപ്പം പിന്നെ ഒരു സാധനമാണ് ഫ്രാക്ഷണൽ നൊട്ടേഷൻ. ഓക്കെ, എന്താണ് ഫ്രാക്ഷണൽ നൊട്ടേഷൻ? അതാണ് ഈ സാധനം. ക്ലിയർ? നമുക്കത് ഓൻ്റെ വാല്യൂകൾ പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 1 ആണ്. അതുപോലെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 2 × 1 എന്നാണ് എഴുതേണ്ടത്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോവാം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1. അതുപോലെ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. ഓക്കെ, അതുപോലെ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 × 4 × 3 × 2 × 1. ഇതിങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം. ഇതുപോലെ നമുക്ക് n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n × n - 1 × n - 2 ഇങ്ങനെ പോവും. ക്ലിയർ? അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? 1 × 2 × 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാം അല്ലേ. 1 × 2 × 3 up to n - 1 × n അല്ലേ. ഇത് നമ്മൾക്കിത് ഓറായിട്ട് ഇതൊന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. 1 × 2 × 3 up to n - 1 × n വരെ എഴുതാം. ക്ലിയർ? അപ്പോൾ നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. അതാണ് സംഭവം അല്ലേ. അപ്പം നിങ്ങൾ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ഇത് ലാസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ. n × n - 1 × n - 2 up to 2 × 1. നിങ്ങളത് ചെയ്യുമ്പോൾ കിട്ടും. ക്ലിയർ? അപ്പം ഇതിൻ്റെ റിസൾട്ടുകൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ n - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ക്ലിയർ? അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താം? ഈ n - 1 ഫാക്ടോറിയലിനെ മാറ്റാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? n - 1 ഫാക്ടോറിയൽ എന്നല്ല, n × n - 1 ഫാക്ടോറിയൽ ആണ്. n ഫാക്ടോറിയൽ ഈക്വൽ ടു n × n - 1 ഫാക്ടോറിയൽ. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? n × n - 1 × n - 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതുപോലെ n × n - 1 × n - 2 × n - 3 ഫാക്ടോറിയൽ എന്നും എഴുതാം. അങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, അതുപോലൊരു ഫാക്ടോറിയലിൻ്റെ വാല്യൂ ആണ് 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണ്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് NCR എന്നുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 6 ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു 6 ഒബ്ജക്ട്സ് ഉണ്ട്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് n ഒബ്ജക്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്നാണ് നമ്മുടെ ടോട്ടൽ നമ്പർ? 6 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യാനുള്ള കോമ്പിനേഷൻ എഴുതുന്ന സാധനമാണ് NCR. ക്ലിയർ? വേർ നമ്മൾ NCR എന്ന് പറഞ്ഞാൽ NCR ഈസ് ദ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ R അറ്റ് എ ടൈം. n തിങ്സ് ഉണ്ട്, R അറ്റ് എ ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കേണ്ടത്. ക്ലിയർ? അപ്പം അതിൽ നമ്മൾ അതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് നമ്മുടെ അടുത്തൊരു 2 സ്റ്റുഡൻസിനെ നമുക്ക് സെലക്ട് ചെയ്യണം. 2 സ്റ്റുഡൻസിനെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് 5 പീപ്പിളിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? യു ഹാവ് ടു റൈറ്റ് 5C2.
ക്ലിയർ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ NCRനൊരു ഫോർമുലയുണ്ട്, അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈ NCR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ക്ലിയർ. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. 5C3 നമ്മൾ എങ്ങനെ എഴുതും? ഇത് പ്രകാരം ഇവിടെ n 5 ആണ്, r എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതാണ് ആൻസർ. ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, ഇങ്ങനെയല്ലേ പോകേണ്ടത്? 3 എന്ന് പറഞ്ഞാലോ 3 ഇൻറ്റു 2 ഇൻറ്റു 1, 2 എന്ന് പറഞ്ഞാലോ 2 ഇൻറ്റു 1. ക്ലിയർ. ഇത് ക്യാൻസൽ ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്യുക അല്ലേ? ഇത് 2ൽ പോവും, ഈ 3 കട്ടോ, ആൻസർ 10. ക്ലിയർ. ഇതേപോലെ തന്നെ നമുക്ക് 7C2 പറഞ്ഞു നോക്ക്. അപ്പോൾ എന്ത് കിട്ടും? 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 7 മൈനസ് 2 ഫാക്ടോറിയൽ, അത് 5 ഫാക്ടോറിയൽ. ക്ലിയർ. ഇനി നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 7 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും കട്ടായി പോകുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള 5 ഫാക്ടോറിയൽ വരെ കട്ടാവും. ബാക്കി ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? 7 ഇൻറ്റു 6 മാത്രമേ ഉണ്ടാവും. കാരണം 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ സാധനം അടിയിലത്തെ 5 ഫാക്ടോറിയൽ ആയിട്ട് കട്ടായി പോകുമല്ലോ. ബാക്കി എന്താണ്? 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1, ഇത് കട്ട് ചെയ്യുക, 3, എത്ര കിട്ടും? 21. ക്ലിയർ. അതേപോലെ റിസൾട്ടാണ് 4C0 എന്ത് വരും? വിൽ ബി ഗെറ്റിംഗ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ, യുവർ ആൻസർ ഈസ് 1. ക്ലിയർ. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ NCRൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് NCR. ഓക്കെ, അതെങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അത് 2-3 പ്രോപ്പർട്ടി ഉള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി NC0 എന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ആൻസർ 1 ആണ്. അതുപോലെ NCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, NCR എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി NCN മൈനസ് R. 3 പ്രോപ്പർട്ടികളാണുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ? NC0 ഈക്വൽ ടു 1, അതുപോലെ NCN ഈക്വൽ ടു 1. സിമിലർലി NCR ഈക്വൽ ടു NCN മൈനസ് R. 3 പ്രോപ്പർട്ടി. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ, കട്ടായി 1 ആയി. അതുപോലെ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് n ഫാക്ടോറിയൽ, അതായത് 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, അതും 1 ആയി അല്ലേ? ഈ NCRൻ്റെ പ്രൂഫാണ് ചെയ്യേണ്ടത് ശരിക്കും. ഓക്കെ, ആ NCRൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? NCR ഈക്വൽ ടു NCN മൈനസ് R. ഇത് ഒരുപാട് റിസൾട്ടിൽ ഉപകരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ NCN മൈനസ് R എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ഓഫ് n മൈനസ് Rൻ്റെ ഫാക്ടോറിയൽ. ക്ലിയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് Rൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് n പ്ലസ് R അതിൻ്റെ ഫാക്ടോറിയൽ. ക്ലിയർ. ദാറ്റ് വിൽ ബി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു n കട്ടായി പോകും, ലാസ്റ്റ് R ഫാക്ടോറിയൽ. അപ്പോൾ എത്ര വരും? ദിസ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ R ഫാക്ടോറിയൽ n മൈനസ് R. ഇത് തന്നെയാണ് എന്ത്? ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? NCRൻ്റെ എക്സ്പാൻഷൻ. നമ്മൾ NCR പഠിച്ചില്ലേ? എന്താ NCR? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ. അത് തന്നെയല്ലേ ഇത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? NCR എന്ന് പറഞ്ഞാൽ NCN മൈനസ് R എന്ന് പറയാം. ഇതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഇഫ് യു ഹാവ് എ റിസൾട്ട് ലൈക്ക് 5C2, ഇതിന് നമുക്ക് എന്ത് എഴുതാം? എന്നിൽ മാറ്റമൊന്നുമില്ല. 5C 5 മൈനസ് 2 3, ഇങ്ങനെ എഴുതാം. അതുപോലെ ഇഫ് യു ഹാവ് എ റിസൾട്ട് 3C1, നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ എഴുതാം? 3C2. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ എഴുതാൻ വേണ്ടിയുള്ളൊരു മെത്തഡാണ് നമ്മൾ പറയുന്നത് ഏത്? ഈ പ്രോപ്പർട്ടീസിൻ്റെ ഇത് ഉപയോഗം. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പോണൻസിനെ കുറിച്ചാണ്.
ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പറയാം യു കൺസിഡർ n ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഒരു n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കുക. എക്സ് പ്ലസ് എ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എക്സ് റേസ് ടു n പ്ലസ്, ഇത് ഇങ്ങനെ തന്നെയാണ്, ഇത് പഠിച്ചേ പറ്റുള്ളൂ. എക്സ് റേസ് ടു n പ്ലസ് nc1 എക്സ് റേസ് ടു n മൈനസ് 1 എ റേസ് ടു 1 പ്ലസ് nc2 എക്സ് റേസ് ടു n മൈനസ് 2 എ റേസ് ടു 2 പ്ലസ് nc3 എക്സ് റേസ് ടു n മൈനസ് 3 എ റേസ് ടു 3 പ്ലസ് ncr എക്സ് റേസ് ടു n മൈനസ് r എ റേസ് ടു r പ്ലസ് ഇങ്ങനെ പോയി ലാസ്റ്റ് ഇവിടെ ഒരു എ റേസ് ടു n വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ഈ എക്സ്പാൻഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട് പഠിക്കാൻ. അപ്പോൾ പ്രോപ്പർട്ടീസ് ബേസ്ഡ് ഓൺ ദിസ് എക്സ്പാൻഷൻ, ഈ എക്സ്പാൻഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് ടേം, ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന സാധനം എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ ടേം അല്ലേ, അത് എത്രയാണ്? എക്സ് റേസ് ടു n. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് ടേമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതാണ് എന്ത്? എ റേസ് ടു n. അത് രണ്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ എക്സ്പാൻഷന്, ദിസ് എക്സ്പാൻഷൻ കണ്ടെയ്ൻസ് ഡാഷ് ടേംസ്. എത്ര ടേംസ് ഉണ്ട് ഈ എക്സ്പാൻഷനിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം ഇതെടുക്കുമ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എത്രയാണോ n ഉള്ളത് അതിനേക്കാൾ കൂടുതലായിട്ട് 1. അപ്പോൾ യു വിൽ ബി ഹാവിങ് ഹൗ മെനി ടേംസ്? യു വിൽ ബി ഹാവിങ് n+1 ടേംസ്. അപ്പോൾ ഈ എത്ര ടേംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ദിസ് എക്സ്പാൻഷൻ ഹാസ് n+1 ടേംസ്. ക്ലിയർ? അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ r+1th ടേം കണ്ടുപിടിക്കുക എന്നുള്ളത്. r+1th ടേം. അപ്പോൾ ഈ എക്സ്പാൻഷൻ്റെ r+1th ടേം ആണ് എന്ന് പറയുന്നത്, ഇതാണ് ആ r+1th ടേം. ക്ലിയർ? അപ്പോൾ r+1th ടേം എന്ന് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇതാണ്. ദാറ്റ് ഈസ് ncr എക്സ് റേസ് ടു n മൈനസ് r എ റേസ് ടു r. വെരി വെരി ഇമ്പോർട്ടൻറ്റ് 4 സാധനങ്ങളാണിത്. ഫസ്റ്റ് ടേം എക്സ് റേസ് ടു n, ലാസ്റ്റ് ടേം എ റേസ് ടു n, എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ n+1, r+1th ടേം എന്ന് ചോദിച്ചാൽ ncr എക്സ് റേസ് ടു n മൈനസ് r ഇൻറ്റു എ റേസ് ടു r. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം, നാലാമത്തെ പോയിന്റ്. ഇഫ് n ഈസ് ഈവൺ, നിങ്ങളുടെ തന്നിരിക്കുന്ന n ഈവൺ ആണെന്ന് വിചാരിക്കുക. ഈ n ഇത് ഈവൺ ആണെന്ന് വിചാരിക്കാം. ഈ n ഈവൺ ആണെങ്കിൽ ഈ എക്സ്പാൻഷൻ, ഈ മൊത്തം എക്സ്പാൻഷന് ഇറ്റ് വിൽ ബി ഹാവിങ് ഓൺലി 1 മിഡിൽ ടേം. n ഈവൺ ആണെങ്കിൽ ഒരു മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഇനി അതല്ല, ഇഫ് യുവർ n ഈസ് ഓഡ്, n ഓഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് 2 മിഡിൽ ടേംസ്. ക്ലിയർ? അപ്പോൾ ഇവിടെ 1 എക്സ് റേസ് ടു 11 ആണെങ്കിൽ ഇതിലെ 6ാമത്തെ സാധനമായിരിക്കും മിഡിൽ ടേം. ഇത് 12 ആണെങ്കിലോ, n 12 ആണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഏതൊക്കെ വരും ഇതിൻ്റെ കൂടെ? നമുക്കതിന് മിഡിൽ ടേം ആയിട്ട് ഏതൊക്കെ വരും? 2 ടേം വരും അല്ലേ. ആ മൊത്തം 12ൻ്റെ ഇടയിൽ നടുവിൽ വരുന്ന 2 എണ്ണം. ക്ലിയർ? അതാണ് അതിൻ്റെ ഉദ്ദേശം. ക്ലിയർ? അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻ്റ് ഓഫ് എക്സ്, ഈ എക്സിൻ്റെ എക്സ്പോണൻ്റ് പ്ലസ് എക്സ്പോണൻ്റ് ഓഫ് എ, ഈ എൻ്റെ എക്സ്പോണൻ്റ് ഈസ് ഈക്വൽ ടു n ഇൻ ഈച്ച് ടേം. ഈ രണ്ടിൻ്റെയും എക്സ്പോണൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പോണൻ്റ് ഓഫ് എക്സും എക്സ്പോണൻ്റ് ഓഫ് എയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി n ഇൻ ഈച്ച് ടേം. എല്ലാ ടേമിലും n ആണ് കിട്ടുക. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിൻ്റ്, കോഎഫിഷ്യൻ്റ് ഓഫ് ടേംസ്. ഈ ടേംസിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ആർ ഇക്വിഡിസ്റ്റൻറ്റ്, രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ഡിസ്റ്റൻസ്, ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ്സ്. രണ്ട് സൈഡിൽ നിന്നുള്ള എൻഡ്സ് എന്നുള്ള ഇക്വിഡിസ്റ്റൻസ് ആർ സെയിം. ഓക്കെ, ആ രണ്ട് സൈഡിൽ നിന്നുള്ള എൻഡിലുള്ള കോഎഫിഷ്യൻറ്റുകൾ എന്താണ്? സെയിം ആണ്.
ഓക്കെ, ഇതെല്ലാം ഞാൻ ചെറിയൊരു എക്സാമ്പിളിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു എക്സ്പാൻഷൻ എടുക്കാം. എക്സ് പ്ലസ് എ ഹോൾ റേസ് ടു 2. എന്താ എക്സ്പാൻഷൻ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ. ശരിയല്ലേ? ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആരാ? ഇതാണ് ഫസ്റ്റ് ടേം, ഇതാണ് എന്ത്? ലാസ്റ്റ് ടേം. ശരിയല്ലേ? ഇവിടെ n 2 ആണല്ലോ അല്ലേ? അപ്പോൾ എത്ര ടേംസ് ഉണ്ടാവും? നമ്പർ ഓഫ് ടേംസ് n+1. അതായത് n 2 എന്ന് കൊടുത്ത് ഇവിടെ എത്ര? 3+1, സോറി 2+1. അപ്പോൾ മൊത്തം 3. ഇതാ 3 ടേം. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, 3 ടേംസ് അല്ലേ? ഇതിന് എത്ര മിഡിൽ ടേം ഉണ്ടാവും? എത്ര മിഡിൽ ടേം ഉണ്ടാവും? n ഈവൺ ആണെങ്കിൽ എത്ര മിഡിൽ ടേം? ഒരു മിഡിൽ ടേം. n ഈവൺ ആണ്, അപ്പോൾ ഒരു മിഡിൽ ടേം. ശരിയല്ലേ? ക്ലിയർ? ഏതാ മിഡിൽ ടേം? 2x. ശരിയാണല്ലോ. ഇനി അടുത്തത് വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് പ്ലസ് എ ഹോൾ റേസ് ടു 3 ആണെങ്കിൽ എക്സ് റേസ് ടു 3 പ്ലസ് 3x സ്ക്വയർ എ പ്ലസ് 3ax സ്ക്വയർ പ്ലസ് എ ക്യൂബ്. ഫസ്റ്റ് ടേം ഇത്, ലാസ്റ്റ് ടേം ഇത്. n ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പോൾ എത്ര ടേംസ് ഉണ്ട് മൊത്തം? 3+1. അതായത് n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൊത്തം 4. ഇതാ 1 2 3 4 ടേം. എത്ര മിഡിൽ ടേം ഉണ്ട്? എത്ര മിഡിൽ ടേംസ് ഉണ്ട്? n ഓടാണെങ്കിൽ എത്ര മിഡിൽ ടേംസ് ഉണ്ട്? 2 എണ്ണം. ശരിയല്ലേ? അപ്പോൾ n ഓടാണെങ്കിൽ എത്ര മിഡിൽ ടേംസ്? 2 എണ്ണം. ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇതിൽ എവിടെ നമ്മൾ എങ്ങനെ എഴുതിയാലും ഈ r+1th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? NCR എക്സ് റേസ് ടു n മൈനസ് ആർ എ റേസ് ടു ആർ ആയിരിക്കും. ക്ലിയർ? അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എക്സ്പാൻഷനിൽ ഇത് നമ്മുടെ ഫസ്റ്റ് ടേമാണ്. ശരിയല്ലേ? NC1 എക്സ് റേസ് ടു n മൈനസ് 1 എ റേസ് ടു 1 ആണ് നമ്മുടെ സെക്കൻഡ് ടേം. ശരിയല്ലേ? ഇതാണ് നമ്മുടെ എന്ത്? തേർഡ് ടേം. അങ്ങനെ പോയാണ് നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ എന്ത്? r+1th ടേം. ക്ലിയർ? അതാണ് നമ്മുടെ എന്ത്? r+1th ടേം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനിയെല്ലാം കുറേ പ്രോബ്ലംസും അതിൻ്റെ കുറച്ച് കൺസെപ്റ്റ്സുമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ബൈനോമിയൽ തിയറം കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് പ്രോബ്ലംസ് ബേസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോവാം. ഫസ്റ്റ് വൺ, എക്സ് പ്ലസ് 1/x ഹോൾ റേസ് ടു 4 എക്സ്പാൻഡ് ചെയ്യുക. ആദ്യം തന്നെ ഓക്കെ, അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇത് x+a ഫോർമാറ്റിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്, ഇതാണ് നമ്മുടെ എന്ത്? എ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? n. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സാധാരണ ടേം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് എഴുതി വയ്ക്കുക. എന്താണ്? എക്സ് റേസ് ടു n പ്ലസ് NC1 എക്സ് റേസ് ടു n മൈനസ് 1 എ റേസ് ടു n പ്ലസ് NC2 എക്സ് റേസ് ടു n മൈനസ് 2 എ റേസ് ടു 2 അങ്ങനെ പോയി അപ് ടു എ റേസ് ടു n വരെ വരും. ശരിയാണല്ലോ? ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു n വരെ 4 ആണ്. എക്സ് റേസ് ടു 4 പ്ലസ് NC1 അപ്പോൾ 4C1 എക്സ് റേസ് ടു 3 കാരണം 4 മൈനസ് 1 ഇൻറ്റു 1/x ഹോൾ റേസ് ടു 1 അല്ലേ? എക്സ് റേസ് ടു n മൈനസ് 1 എ റേസ് ടു 1. ഇത് n അല്ല കേട്ടോ, ഇവിടെ 1 ആണ്. ഓക്കെ, അടുത്ത ടേം എന്തായിരിക്കും? 4C2 എക്സ് സ്ക്വയർ 1/x ഹോൾ റേസ് ടു 2 പ്ലസ് 4C3 എക്സ് റേസ് ടു 1 ഇൻറ്റു 1/x ഹോൾ റേസ് ടു 3 പ്ലസ് 4C4 എക്സ് റേസ് ടു 0 ഇൻറ്റു 1/x ഹോൾ റേസ് ടു 4
അല്ലേ? ഇത് ഇങ്ങനെ എഴുതണമെന്നില്ല. കാരണം ഇത് നിങ്ങൾ നോക്കൂ, ഇത് നിങ്ങൾക്ക് 4C3 വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് വരിക. കാരണം 4C3 എന്ന് പറഞ്ഞാൽ 4C1 തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്, x0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടേമിൽ എന്ത് ചെയ്യണം? a⁻n എന്നാണ് എഴുതുക അല്ലേ? അപ്പോൾ 1/x⁴ അങ്ങനെയാണ് അത് വന്നത്. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. x⁴ പ്ലസ് 4C1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കുക 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇപ്പോൾ ഇവിടെ 3 ഫാക്ടോറിയൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 4 × 3 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. അപ്പോൾ 3 3 കട്ടായി, ബാക്കി 4 തന്നെ അല്ലേ? അപ്പോൾ 4 × x³ x. അപ്പോൾ എന്താണ്? x². അപ്പോൾ x⁴ പ്ലസ് 4x² പ്ലസ് ഇവിടെ 4C2 എന്ന് പറഞ്ഞാലോ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇവിടുത്തെ 4 × 3 × 2 ഫാക്ടോറിയൽ ആയിട്ട് കട്ടായി, ബാക്കിയുള്ള 2 6 അല്ലേ? പിന്നെ ഇവിടെ x² കട്ടായി, അപ്പോൾ അതവിടെ നിന്നു. പിന്നെ 4C3 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഈ വാല്യൂ എത്രയാണോ അത് തന്നെ. അപ്പോൾ എത്രയാണ്? 4 × x/x³. അപ്പോൾ 4/x² പ്ലസ് 1/x⁴. ദിസ് ഈസ് യുവർ എക്സ്പാൻഷൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ വെരിഫൈ ആണെങ്കിൽ 5 ടേം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ 4 എണ്ണ ഉള്ളത്. അപ്പോൾ മൊത്തം n+1 ടേംസ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം അല്ലേ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, 5 ടേംസ് ഉണ്ട്. ആൻസർ എന്താണ്? കറക്റ്റാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ x+a⁴ എക്സ്പാൻഷനാണ് ചെയ്തത്. ഇതുപോലെ നമ്മുടെ കയ്യിൽ ആരുണ്ട്? x−a⁴ എക്സ്പാൻഷനുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പം x−a⁴ എക്സ്പാൻഷൻ എങ്ങനെ വരിക? ഇറ്റ് വിൽ ബി, നിങ്ങൾക്ക് 2 തരത്തിൽ എഴുതാം. അതായത് ഈ x+a⁴ എന്ന് പറഞ്ഞാൽ x+−a തന്നെയല്ലേ, അതിൻ്റെ whole⁴ തന്നെ വരിക അല്ലേ? അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതിയാൽ ആൻസർ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. x⁻n പ്ലസ് nc1 x⁻n−1 മൈനസ് a⁴ പ്ലസ് nc2 x⁻n−2 മൈനസ് a² പ്ലസ് nc3 x⁻n−3 മൈനസ് a³ പ്ലസ് അങ്ങനെ പോയി മൈനസ് a⁴n. കാരണം നേരത്തെ a² ആണ് ഉണ്ടായത്, ഇവിടെ മൈനസ് a വരും അല്ലേ? ഇത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ചുരുക്കി എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? x⁻n പ്ലസ് അല്ല വരിക, എന്ത് വരിക? ഇതാ ഇവിടെ മൈനസ് a⁴1 ആണ്. അപ്പോൾ അത് മൈനസ് a തന്നെയല്ല, അപ്പോൾ ഇവിടെ മൊത്തം ഒരു മൈനസ് വരില്ല. അപ്പോൾ മൈനസ് nc1 x⁻n−1 ഇൻറ്റു a⁻1 പ്ലസ് nc2 x⁻n−2 ഇൻറ്റു a². അതിൻ്റെ കാരണം എന്താ? മൈനസ് ഓഫ് സ്ക്വയർ ആണ്, അപ്പോൾ അത് അങ്ങനെ പോവും അല്ലേ? അടുത്തതിൽ എന്ത് വരും? ഇവിടെ മൈനസ് a⁴3 ആണ് അല്ലേ? അപ്പോൾ അവിടെ മൈനസ് വരും. അപ്പോൾ ഇവിടെ മൈനസ് nc3 x⁻n−3 a⁻3 പ്ലസ് ഇങ്ങനെ പോയി പ്ലസ് മൈനസ് a⁴n. ക്ലിയർ? അപ്പോൾ ഇത് പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? ആദ്യത്തെ ടേമിൽ പോസിറ്റീവ് ആയിരിക്കും, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പാൻഷൻ നീണ്ടു പോകുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എഴുതാം, കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. x−1/x⁴ എന്ത് വരും? x⁴ മൈനസ് 4c1 x⁻n−r അല്ലേ? അപ്പം x⁻n−r എന്ന് പറയുമ്പോൾ x³ ഇൻറ്റു 1/x പ്ലസ് 4c2 x² 1/x² മൈനസ് 4c3 x ഇൻറ്റു 1/x⁴3 പ്ലസ് 1/x⁴. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊന്നും വേണ്ട, പ്ലസ് 1/x പറഞ്ഞത്. ഇത് മൈനസ് (4⁴) എന്ന് പറഞ്ഞാൽ പ്ലസ് തന്നെയല്ലേ വരിക, അതുകൊണ്ടാണ് 1/x വന്നത് അല്ലേ? സോ x⁴ മൈനസ് 4c1ൻ്റെ വാല്യൂ 4 x³ ഇൻറ്റു 1/x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി x² പ്ലസ് 4c2ൻ്റെ വാല്യൂ 6 ദെൻ മൈനസ് ഇത് രണ്ട് ക്യാൻസൽ ആവും, x² ക്യാൻസൽ ആവും, പിന്നെ 4c1ൻ്റെ വാല്യൂ 4
ബൈ എക്സ് സ്ക്വയർ അല്ലേ, എക്സ് കട്ട് ചെയ്ത ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 4. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷനുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം അത് തെറ്റിയാൽ നമുക്ക് മൊത്തം എല്ലാം പ്രശ്നത്തിലാവും. അതുകൊണ്ട് അതൊന്നും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഫോർമുലകളുടെ ഏതൊക്കെ ഫോർമുലകൾ വരികയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ എന്ന് വരും. ഓക്കെ, അതുപോലെ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എക്സ് റേസ് ടു എം പ്ലസ് എൻ. ശരിയല്ലേ? ഇത് രണ്ട് ഫോർമുല. ഇതിൻ്റെ കൗണ്ടർ പാർട്ടിലൊരു ഫോർമുല ഉണ്ടല്ലോ, അതേതാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ ഇല്ലേ, അങ്ങനെ ഒരു ഫോർമുല ഉണ്ടല്ലോ. എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ അത്ര വരിക എക്സ് റേസ് ടു എം മൈനസ് എൻ. ശരിയല്ലേ? അപ്പം ഈ ഫോർമുലകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഈ എക്സ്പാൻഷനുകളുടെ ഇടയിൽ നമ്മളെ എക്സിൻ്റെ ടേംസിൻ്റെ ഇടയിൽ നമ്മളെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു r+1th ടേം എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മൾ ജനറൽ ടേം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ r+1th ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറൽ ടേം എന്നും പറഞ്ഞ് വിളിക്കുന്നത് എന്ന് ഓർക്കുക. ക്ലിയർ? ഇനി അതേപോലെ ഞാൻ ചെറിയൊരു പ്രോബ്ലം തന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. NC11 ഈക്വൽ ടു NC7. നിങ്ങളോട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യും? നിങ്ങളുടെ NC11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, NC(n-11) ആണെന്നറിയാലോ, പ്രോപ്പർട്ടി അല്ലേ. അപ്പം ഈ NC(n-11) നമുക്ക് ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, NC7 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ n-11 ഈക്വൽ ടു എന്താണെന്ന് പറയാം, 7 ആണെന്ന് പറയാം. അപ്പോൾ n-11 ഈക്വൽ ടു 7, n ഈക്വൽ ടു എന്താണ്, 18. ഓക്കെ, ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട്, അതുകൊണ്ടാണ് തന്നത്. ക്ലിയർ? അതുപോലുള്ളൊരു പ്രോബ്ലമാണ് 20c2r-3 ഈക്വൽ ടു 20c2r-1. നിങ്ങളോട് 6 കാണാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ 6 കാണാമെന്ന് പറയുമ്പോൾ ഇതിൽ പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇതിൽ പ്രശ്നമില്ലാത്തത്? നമ്മുടെ രണ്ട് കാര്യങ്ങൾ 20cn എന്ന് പറഞ്ഞാലും ഇതെന്ന് പറഞ്ഞാലും ഈക്വലാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ 6ൻ്റെ വാല്യൂകൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഇത്. ഇങ്ങനെയാണ് ഈ ഫോർമാറ്റ്. ഇതിനെ R എന്നും ഇതിനെ S എന്നും എടുത്തു കഴിഞ്ഞാൽ ഈ R+S ആയിരിക്കും n കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്ക്, ഈ R+S ആയിരിക്കും ഇതിൻ്റെ n. ഓക്കെ, അപ്പം 2r-3 പ്ലസ് 2r-1 ഈക്വൽ ടു 20. n എന്ന് പകരം ഇവിടെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് 20, ഈ n കേട്ടോ. പിന്നെ ഈ S എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഈ R എന്ന് പറഞ്ഞാൽ വേറെ R എന്നോ X എന്തെങ്കിലും വേറെ ടൈം കൊടുത്തു കേട്ടോ. അപ്പോൾ എന്ത് വരും, 2r + 2r 4r ഈക്വൽ ടു 20 + 4. സോ ഇറ്റ് വിൽ ബി 24, r ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലുള്ള അപ്രോച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്ത്, r ഈക്വൽ ടു 6 എന്ന് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ NC വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യാൻ നന്നായിരിക്കും. അങ്ങനത്തെ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം ഓർത്ത് വെച്ചോ. ഈ സെയിം n ആണ് വരുന്നതെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പം അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതിന് ജനറലായിട്ട് പറയുവാണെങ്കിൽ ഇഫ് NC(CR) ഈക്വൽ ടു NC(CS) ആണെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ദെൻ ഐദർ എന്താവാം, R ഈക്വൽ ടു S ആവാം, അല്ലെങ്കിൽ R+S ഈക്വൽ ടു N ആവാം. ഓക്കെ, നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ ആണ് നമ്മൾ എന്ത് ചെയ്തത്, അത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ R ഈക്വൽ ടു S ആവാം, അല്ലെങ്കിൽ R+S ഈക്വൽ ടു N ആവാം. നമ്മളിവിടെ യൂസ് ചെയ്തത് R+S ഈക്വൽ ടു N ആണ്. അതായത് ഇങ്ങനെയാണ് വരിക, ഇഫ് NCR ഈക്വൽ ടു NCS, then
ഐദർ ആർ ഈക്വൽ ടു എസ് അല്ലെങ്കിൽ ആർ പ്ലസ് എസ് ഈക്വൽ ടു എൻ. നമ്മൾ നേരത്തെ ചെയ്തത് ആർ പ്ലസ് എസ് ഈക്വൽ ടു എൻ എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഒന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇനിയുള്ള ചോദ്യങ്ങൾ പഠിക്കുന്ന ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ അതിൽ 4 ടൈപ്പാണ് മെയിനായിട്ട് പഠിക്കാനുള്ള. മിഡിൽ ടേം കാണാൻ വരും, പിന്നെ x⁵5 നമ്മളൊരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ x⁵5 അല്ലെങ്കിൽ x⁵ ഒരു n എന്നുള്ള സാധനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വരും. അതിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്സും വരും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ള. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.